ക്ഷമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യോശുവ അധ്യായം 1 ബൈബിൾ ക്വിസ്. യോശുവ എന്ന പേരിന്റെ അർത്ഥം യഹോവ രക്ഷ. ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്ക എന്ന് എത്ര പ്രാവശ്യം യോശുവയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു? 3 പ്രാവശ്യം യഹോവ യോശുവയോടും 1 പ്രാവശ്യം രൂബേന്യർ, ഗാദ്യർ, മനശ്ശെയുടെ പാതിഗോത്രം എന്നിവർ യോശുവയോടും. യോശുവ ആരുടെ മകനായിരുന്നു? നൂന്റെ. യോശുവയുടെ പുസ്തകത്തിന്റെ തുടക്കത്തിൽ മോശയെ എങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നു? യഹോവയുടെ ദാസൻ. യോശുവയുടെ പുസ്തകത്തിന്റെ തുടക്കത്തിൽ യോശുവയെ എങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നു? മോശയുടെ ശുശ്രൂഷകൻ. യഹോവ യോശുവയോട് അരുളി ചെയ്തതെപ്പോൾ? യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം. മോശയുടെ മരണശേഷം യോശുവയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് ഏത് നദിയുടെ അക്കരെ കടന്നു പോകുവീൻ എന്നാണ് യഹോവയിൽ നിന്ന് യോശുവയ്ക്ക് അരുളപ്പാട് ലഭിച്ചത്? യോർദാൻ അക്കരെ. യഹോവ ആർക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവീൻ എന്നാണ് യോശുവയ്ക്ക് യഹോവയിൽ നിന്ന് അരുളപ്പാട് ലഭിച്ചത്? ഇസ്രയേൽ മക്കൾക്ക്. ഏത് സ്ഥലമൊക്കെയും മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നാണ് യഹോവ യോശുവയോട് അരുളി ചെയ്തത്? നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ ആരോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു? മോശയോട്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്ഥലത്തിന് ഏതെല്ലാം അതിരായിരിക്കും? വടക്ക് ലെബാനോൻ, തെക്ക് മരുഭൂമി, കിഴക്ക് ഫ്രാത്ത് നദി, പടിഞ്ഞാറ് മഹാസമുദ്രം, ഹിത്യരുടെ ദേശം ഉൾപ്പെടുന്നു. ഏത് നദിയാണ് മഹാനദി? ഫ്രാത്ത് നദി. എത്ര കാലം ഒരു മനുഷ്യനും യോശുവയുടെ നേരെ നിൽക്കയില്ല? യോശുവയുടെ ജീവകാലത്ത് ഒരിക്കലും. യഹോവ ആരോടുകൂടെ ഇരുന്നത് പോലെ യോശുവയോടുകൂടെയും ഇരിക്കും. മോശയോടുകൂടെ ഇരുന്നതുപോലെ. യഹോവ യോശുവയ്ക്ക് എന്ത് ഉറപ്പാണ് നൽകിയത്? നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും ഇല്ല. യഹോവ യോശുവയോട് എന്തായിരിക്കണമെന്നാണ് പറഞ്ഞത്? ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. യഹോവ യോശുവയ്ക്ക് എന്ത് ദൗത്യം നൽകി? യഹോവ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം യോശുവ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും.
ഇന്ത് വിട്ട് ഇടത്തോട്ടും വലത്തോട്ടും മാറരുത് എന്നാണ് യഹോവ യോശുവയോട് പറഞ്ഞത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് വിട്ട് ന്യായപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ അത് പാലിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് യഹോവ പറഞ്ഞു. ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കും. എന്ത് യോശുവയുടെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് എന്നാണ് യഹോവ യോശുവയോട് പറഞ്ഞത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് ശരീരത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് നീങ്ങിപ്പോകരുത്. യോശുവയുടെ വായിൽ നിന്ന്. ന്യായപ്രമാണ പുസ്തകം രാവും പകലും ധ്യാനിക്കേണ്ടത് എന്തുകൊണ്ടാണ്? അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന്. ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് യോശുവ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഫലമായി യോശുവയ്ക്ക് എന്ത് ഫലമുണ്ടാകും? നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. ന്യായപ്രമാണത്തെക്കുറിച്ച് ദൈവം യോശുവയ്ക്ക് എന്ത് കൽപ്പന നൽകി? ന്യായപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കരുത് എന്ന് യഹോവ യോശുവയോട് കൽപ്പിച്ചത് എന്തുകൊണ്ട്? നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട്. യോശുവ ആരിൽ കൂടിയാണ് ജനത്തോടെ തന്റെ സന്ദേശം അറിയിച്ചത്? ജനത്തിന്റെ പ്രമാണികളിൽ കൂടി. യോശുവ ജനത്തിന്റെ പ്രമാണികളോട് കൽപ്പിച്ചത് എന്താണ്? നിങ്ങൾ 3 ദിവസം കഴിഞ്ഞിട്ട് യോർദാൻ അക്കരെ കടക്കേണ്ടതാകയാൽ ഭക്ഷണ സാധനം ഒരുക്കിക്കൊള്ളുവീൻ എന്ന് പാളയത്തിൽ കൂടി കടന്ന് ജനത്തോട് കൽപ്പിപ്പീൻ. എത്ര ദിവസം കടന്ന് യോർദാൻ അക്കരെ കടക്കേണ്ടതാകയാൽ ഭക്ഷണ സാധനം ഒരുക്കിക്കൊള്ളുവീൻ എന്ന് ജനത്തോട് കൽപ്പിപ്പീൻ എന്നാണ് യഹോവ ജനത്തിന്റെ പ്രമാണികളോട് പറഞ്ഞത്. 3 ദിവസം. യോശുവ ഏതെല്ലാം ഗോത്രങ്ങളോടാണ് ആദ്യമായി സംസാരിച്ചത്? രൂബേന്യർ, ഗാദ്യർ, മനശ്ശെയുടെ പാതി ഗോത്രം. രൂബേന്യരോടും ഗാദ്യരോടും മനശ്ശെയുടെ പാതി ഗോത്രത്തോടും ആർ നിങ്ങളോട് കൽപ്പിച്ച വചനം ഓർത്തുകൊള്ളുവീൻ എന്നാണ് യോശുവ പറഞ്ഞത്. യഹോവയുടെ ദാസനായ മോശ. രൂബേന്യർക്കും ഗാദ്യർക്കും മനശ്ശെയുടെ പാതി ഗോത്രത്തിനും അവരുടെ ദൈവമായ യഹോവ എന്തെല്ലാം തന്നിരിക്കുന്നു? സ്വസ്ഥത നൽകി ഈ ദേശവും തന്നിരിക്കുന്നു. ആരെല്ലാം യോർദാനിക്കരെ മോശ നിങ്ങൾക്ക് തന്നിട്ടുള്ള ദേശത്തിരിക്കട്ടെ എന്നാണ് യോശുവ രൂബേന്യരോടും ഗാദ്യരോടും മനശ്ശെയുടെ പാതി ഗോത്രത്തോടും പറഞ്ഞത്. അവരുടെ ഭാര്യമാരും കുഞ്ഞുകുട്ടികളും അവരുടെ കന്നുകാലികളും. രൂബേന്യരുടെയും ഗാദ്യരുടെയും മനശ്ശെയുടെ പാതി ഗോത്രത്തിലെയും ആരെല്ലാമാണ് സന്നദ്ധരായി തങ്ങളുടെ സഹോദരന്മാർക്ക് മുമ്പായി കടന്നു ചെന്ന് തങ്ങളുടെ സഹോദരന്മാർക്ക് കൊടുക്കുന്ന ദേശം അവർ കൈവശമാക്കുകയും ചെയ്യുവോളം അവരെ സഹായിക്കേണ്ടത്? യുദ്ധപ്രാപ്തരായവർ ഒക്കെയും.
രൂബേന്യരുടെയും ഗാദ്യരുടെയും മനശ്ശെയുടെ പാതിഗോത്രത്തിലെയും യുദ്ധപ്രാപ്തരായവർ ഒക്കെയും സന്നദ്ധരായി തങ്ങളുടെ സഹോദരന്മാർക്ക് മുമ്പായി കടന്നു ചെന്ന് എപ്പോൾ വരെയാണ് തങ്ങളുടെ സഹോദരന്മാരെ സഹായിക്കേണ്ടത്? യഹോവ അവർക്ക് എന്ന പോലെ അവരുടെ സഹോദരന്മാർക്കും സ്വസ്ഥത നൽകുകയും അവരുടെ ദൈവമായ യഹോവ അവർക്ക് കൊടുക്കുന്ന ദേശം അവർ കൈവശമാക്കുകയും ചെയ്യുവോളം. യഹോവ അവർക്ക് എന്ന പോലെ അവരുടെ സഹോദരന്മാർക്കും സ്വസ്ഥത നൽകുകയും അവരുടെ ദൈവമായ യഹോവ അവർക്ക് കൊടുക്കുന്ന ദേശം അവർ കൈവശമാക്കുകയും ചെയ്യുവോളം അവരെ സഹായിച്ചതിന് ശേഷം രൂബേന്യർ, ഗാദ്യർ, മനശ്ശെയുടെ പാതിഗോത്രം എന്നിവർ എന്തു ചെയ്യണം? യഹോവയുടെ ദാസനായ മോശെ കിഴക്ക് യോർദാനിക്കരെ അവർക്ക് കൊടുത്തിട്ടുള്ള അവകാശ ദേശത്തേക്ക് മടങ്ങി വന്ന് അതിനെ അനുഭവിച്ചു കൊള്ളണം. രൂബേൻ, ഗാദ്, മനശ്ശെ എന്നിവരുടെ ഗോത്രങ്ങൾ യോശുവയ്ക്ക് നൽകിയ മറുപടി എന്തായിരുന്നു? നീ ഞങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും ഞങ്ങൾ ചെയ്യും. നീ ഞങ്ങളെ അയക്കുന്നിടത്തെല്ലാം ഞങ്ങൾ പോകും. മോശയെ സകലത്തിലും അനുസരിച്ചതുപോലെ നിന്നെയും അനുസരിക്കും. യോശുവയുടെ കൽപ്പന മറുക്കുകയും യോശുവ കൽപ്പിക്കുന്ന യാതൊന്നിലും യോശുവയുടെ വാക്ക് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്കുള്ള ശിക്ഷ എന്തായിരുന്നു? അവൻ മരിക്കണം. ഉറപ്പും ധൈര്യവുമുള്ളവനായി മാത്രം ഇരുന്നാലും എന്ന് യോശുവയോട് ഉത്തരം പറഞ്ഞത് ആര്? രൂബേന്യർ, ഗാദ്യർ, മനശ്ശെയുടെ പാതിഗോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.